എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും പറയാറുണ്ട് പുരുഷന്മാർ അവരുടെ ഫീലിങ്സ് പുറത്ത് കാണിക്കാറില്ല എന്നുള്ളത്. സോ മിക്ക ലേഡീസിന്റെയും ഉള്ളിൽ വരുന്നൊരു സംശയമാണ് ഇവരെന്തുകൊണ്ട് ഇവരുടെ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാത്ത എന്നുള്ളത്. അതിനുള്ള മറുപടി ഞാൻ എന്ത് പറഞ്ഞുതരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പുരുഷന്മാർ അവരുടെ ഫീലിങ്സ് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇവരിങ്ങനെയായി മാറിയത് എന്നുള്ളത്. സോ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ഇവരുടെ ചെറുപ്പകാലത്തെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, വീട്ടിലുള്ളവർ തന്നെ ഇവർ പഠിപ്പിച്ച രീതി കുറച്ച് വ്യത്യസ്തമാണ്. അതായത് പെൺകുട്ടികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ആൺകുട്ടികളെ വളർത്തിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ തന്നെ അങ്ങനെ ഒരു ചിന്താഗതിയാണ്. ഞാൻ തെറ്റ് പറയുന്നതല്ല, പക്ഷെ അങ്ങനെയാണ്. അതായത് കരയാൻ പാടില്ല, നമ്മൾ നമ്മുടെ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാൻ പാടില്ല, സങ്കടം വന്നു കഴിഞ്ഞാലും കരയാതെ സ്ട്രോങ് ആയിട്ടിരിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ അവർ കരയാണെന്നുണ്ടെങ്കിൽ നീ ഒരു ആൺകുട്ടിയല്ലേ ഇങ്ങനെ കരയാൻ പാടുമോ ഇങ്ങനെ പറയുമ്പോൾ അവർ പോലും അറിയേണ്ട അവരുടെ മൈൻഡിൽ അത് കയറുകയാണ്. ഞാനൊരു ആൺകുട്ടിയാണ്, അപ്പം ഞാൻ കരയരുത്, ഞാൻ ചിരിക്കരുത്, എൻ്റെ ഇമോഷൻസ് ഞാൻ കാണിക്കരുത്, ഇങ്ങനൊരു സംഭവം അവർ പോലും അറിയാതെ അങ്ങോട്ട് ആയി മാറുകയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇമോഷൻസ് ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സോ ആ രീതിയിൽ അവർ വളർന്നു വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അവരുടെ ചെറുപ്പത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലൊക്കെയാണ്. പെൺകുട്ടികളോട് പറയണ പോലെയല്ല ആൺകുട്ടികളുടെ അടുത്ത് പറയണത്. അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് വൾണറബിലിറ്റി ഒരു പേടിയാണ്. അതായത് ഇവരുടെ ഫീലിങ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മേ ബി ജഡ്ജ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ എന്നെ ഇഗ്നോർ ചെയ്യോ, അവോയ്ഡ് ചെയ്യോ, എന്നോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യം ഫീൽ ചെയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാൻ പേടി അല്ലെങ്കിൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പേടിയാണ്. നമ്മൾ പെൺകുട്ടികളാകുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും, നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആൺകുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു പേടി ഉണ്ടാവും. സോ നെഗറ്റീവായിട്ട് അവരുടെ അടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ഒരു ടെൻഷനായിട്ട് അവർക്ക് ഇങ്ങനെ വരും. എന്നോട് നെഗറ്റീവായിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു സംഭവം വരും. അതുപോലെ നമ്മൾക്ക് പിന്നെ അവരുടെ അടുത്തൊരു റെസ്പെക്റ്റ് ഇല്ലാതെ ആകുമോ, ഇങ്ങനെയൊക്കെ ചിന്തയുള്ളത് കൊണ്ട് മിക്ക പുരുഷന്മാരും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാറില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ പൊതുവെ പഠിക്കുന്ന ഒരു കാര്യം പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ എങ്ങനെയാണെന്നുള്ളത് അറിയും. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്നത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ആ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ പുരുഷന്മാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം അല്ല, അതിനുള്ള സൊല്യൂഷനിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുക, എങ്ങനെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ടൈമിൽ ഇവരത്രയും ഇപ്പൊ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ ചെയ്യുന്നുണ്ടാവുക ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പരിശ്രമിക്കുന്നത്, അതായത് നമുക്ക് ഇവരെ കാണുന്ന സമയത്ത് തോന്നും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവരെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നൊന്നുമില്ല എന്നുള്ളത്. അപ്പം നമുക്ക് പുറമേ ഇങ്ങനെ കാണുമ്പോൾ പ്രകടമായിട്ട് അത് അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളത് എല്ലാ പുരുഷന്മാരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത്. പ്രത്യേകിച്ച് അവരുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആളുമായിട്ട് ഒരു പ്രശ്നം വരുന്ന സമയത്ത്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പുരുഷന്മാർക്കും അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ തന്നെ കഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാർക്കും അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നുള്ളത് അറിയാനായിട്ട് കഴിയാറില്ല. ഇപ്പൊ അവർക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പുറത്തേക്ക് അത് പ്രകടമാക്കുന്ന രീതി എന്ന് പറയാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം കാണിക്കും. ഇങ്ങനെയൊക്കെയാണ് അവർക്ക് വിഷമമൊക്കെ വരുന്ന സമയത്ത് അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കാറുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാവില്ല ഇവരിപ്പോൾ എന്താ ഇവരുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, ചിലരുടെ കാര്യത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. ഈ സെയിം സംഭവം തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പുരുഷന്മാർക്ക് പലർക്കും അവരുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ പോയിട്ട് ഒരു വിഷമം പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് പറഞ്ഞ് അതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആളെ എങ്ങനെ നമുക്ക് കുറച്ച് നോക്കിയാക്കാം, എങ്ങനെ പറഞ്ഞിട്ട് ആളുടെ വിഷമം കുറയ്ക്കാം എന്നുള്ളൊരു സംഭവം അവർക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ അവരുടെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കാനോ തിരിച്ചെന്ത് പറയണം എന്നുള്ളത് അവർക്ക് അറിയില്ല. അത് അവരുടെ തെറ്റല്ല, എങ്കിലും വളരെ റെയറായിട്ട് ചെറു പുരുഷന്മാരെ നമ്മളങ്ങനെ കാണാൻ പറ്റും. അവർക്ക് എന്ത് പറയണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതോ അറിയില്ല. ഫീലിങ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ട്. അവർക്ക് കുറച്ച് ടൈം എടുക്കും എല്ലാം മനസ്സിലാക്കി വരാനായിട്ട്. സോ അങ്ങനെ ചില പുരുഷന്മാരെ നമ്മൾ കാണാറുണ്ട്, അവർക്ക് അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത്
കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവർ. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില പുരുഷന്മാർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ സൊസൈറ്റിയിൽ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എനിക്ക് അവിടെ ഒരു റെസ്പെക്ട് കിട്ടുന്നു എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല മികച്ചതായി നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സൊസൈറ്റി റെസ്പെക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുക, ഇമോഷണലി ഞാൻ കുറച്ച് ഡൗൺ ആയാലും എനിക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ പെർഫോമൻസ് ഞാൻ ബെറ്റർ ആക്കിയാലും മതി എന്നുള്ളതാണ്. ബിക്കോസ് ഇവർ ആഗ്രഹിക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. റെസ്പെക്റ്റ് ഇടണം, അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും നമ്മളെ കാണണം, ഇങ്ങനൊരു ചിന്താഗതി അവർക്കുള്ളത് കൊണ്ട് തന്നെ അവരെ ഇമോഷണലി അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നിട്ട് അവർ വളരെ നല്ലൊരു പേഴ്സൺ ആയിട്ട് പുറത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാനാണ് ഇവർ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ സാധാരണ കാണുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, പുരുഷന്മാർക്ക് അവരുടെ ഫീലിങ്സ് പുറത്ത് കാണിക്കാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ അവർ മറച്ചു വെക്കുന്നതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട, ഇത് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെയാണല്ലോ, എന്നോട് സ്നേഹം കാണിക്കാറില്ല, അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യാറില്ല, ആൾക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ അത് പറയാറില്ല, ആളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാറില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പുരുഷന്മാരൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വളർന്നു വന്നവരാണ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും, അവർ വളർന്നു വന്ന അന്തരീക്ഷം ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതേപോലെ ആയിരിക്കും എന്നും ഉറപ്പ് പറയുന്നില്ല, എങ്കിലും ഒട്ടുമിക്ക ആളുകളും ഈ രീതിയിലായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ വളർന്നു വന്നതുപോലെ അല്ല പുരുഷന്മാർ വളർന്നു വന്നിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരുന്നേ ഉള്ളൂ. പിന്നെ അതോടെ നമ്മുടെ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കുറയും. അപ്പോൾ എന്തായാലും എന്തുകൊണ്ടായിരിക്കും അവരുടെ ഫീലിങ്സ് അവർ മറച്ചു വെക്കുന്നത് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കധികം വൈകാതെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്